ചേച്ചത് ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? നല്ലൊരു ടിപ്പാണ്. എന്താണെന്നറിയാം, പിന്നെ വെള്ളം പോകുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വെള്ളം പിടിക്കണം. അപ്പം ഇങ്ങനെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ആയാസമുള്ള കാര്യമാണ്. കാരണം നമ്മൾ അകത്തേക്കല്ലേ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അകത്ത് കൊണ്ടുവച്ച് തന്നെ പിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് തൂക്കി വയ്ക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിദ്യ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരു ഐഡിയ വെച്ചിട്ടുണ്ട്, അത് പാളിയെ നമ്മൾ വേറൊന്ന് കണ്ടുപിടിക്കും. എന്തായാലും എടുത്തൊഴിക്കാൻ വയ്യ. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, ഏത് വിധത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ചിലപ്പോൾ പാളിപ്പോവും, ചിലപ്പോൾ ശരിയാവും. പാളിപ്പോയാൽ നമ്മൾ അടുത്ത ഐഡിയ കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു ബലൂണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബലൂൺ അറിയാമല്ലോ, നമുക്കിങ്ങനെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ട, നന്നായിട്ട് നമുക്ക് എത്ര വേണം സ്ട്രെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എൻഡ് ടാപ്പിൽ കണക്ട് ചെയ്തു, മറ്റേ എൻഡ് കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കണക്ടറിലോട്ട് വെക്കുകയാണ്. ശരിയായിട്ട് നമുക്ക് ഈ സ്റ്റീൽ ടാപ്പിലോട്ടുള്ള കണക്ടർ കിട്ടുവാണെങ്കിൽ അത് കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ആ കണക്ടർ ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോൾ അത് കിട്ടിയതുമില്ല. അപ്പം അതുകൊണ്ട് പെട്ടെന്നാണ് ഇങ്ങനെ വെള്ളം പിടിക്കേണ്ട ഒരു ആവശ്യം വന്നത്. അപ്പം നമുക്ക് ഒരു എൻഡ് ഞാൻ ഇതിലോട്ട് കയറ്റി, നമുക്ക് പതുക്കെ ഒന്ന് പൈപ്പ് ഒന്ന് തുറന്നു നോക്കാം. പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചു. അപ്പോൾ ഇനി വെള്ളം പിടിച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ട വെള്ളം പിടിക്കലല്ലേ. പതുക്കെ ഞാനത് തുറന്നിട്ടുണ്ട്. എങ്ങനെ പോകുന്നു നോക്കാം. കണ്ടോ, ആ ഗ്യാപ്പ് വരുന്ന ഭാഗം അങ്ങ് വീർത്തിട്ട് അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ആദ്യത്തെ സംഭവം പാളി. പിന്നെ നമുക്ക് അടുത്ത സംഭവം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് ശരിയായിട്ട് ഇതിലോട്ട് കയറാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇതിലോട്ട് കയറുന്ന ഒരു കണക്ടർ നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഓക്കെ. അത് കയറാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടേപ്പിട്ട് നല്ലപോലെ അങ്ങ് ഒട്ടിച്ചു. ഓക്കെ, കാരണം നമുക്കിനി എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇനി വെള്ളം പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നാളെ രാവിലെയാണ് വെള്ളം പോകുമെന്ന് പറഞ്ഞ്, പക്ഷെ ചിലപ്പോൾ പറയാൻ പറ്റില്ല അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞാൽ അതിന് സമയത്തിന് കുറച്ച് മുന്നേ അവർ അങ്ങ് ചിലപ്പോൾ അടച്ചളയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വെള്ളം പിടിച്ച് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്തത് കണ്ടോ, ടേപ്പിട്ട് നല്ലപോലെ അങ്ങ് ഒട്ടിച്ചു. എന്നിട്ട് വളരെ സ്ലോ ആയിട്ടങ്ങ് തുറന്നു കൊടുക്കാം. ഓക്കെ, സക്സസ് ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ വലിയ പാത്രങ്ങളാകുമ്പോഴേ നമുക്കിങ്ങനെ ഇത്രയും സമയം എടുത്തെടുത്ത് ഒഴിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ട് നമുക്ക് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. കണ്ടോ, ചെറിയ ചെറിയ ഡ്രോപ്സ് ഒക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. അത് ഇത്തിരി നേരം വന്നു കഴിയുമ്പോൾ അതങ്ങ് നിന്നോളും, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പാത്രങ്ങളൊക്കെ നമുക്ക് അടുക്കി വയ്ക്കണം. വെള്ളം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെയാണ്. അപ്പോൾ ഐഡിയ സക്സസ് ആയി കഴിഞ്ഞു. വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് അതിലോട്ട് ഇട്ട് വെച്ചാൽ മതി, ഇതിലോട്ട് കഷ്ടപ്പെടണ്ട. അപ്പോൾ ഞാനിന്ന് കൊശക്കോട് അമ്പലത്തിൽ പോയിരുന്നു, അവിടെ ഉത്സവമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് തൊഴുതിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. കണ്ട, അപ്പോൾ ഇത് വെള്ളം പിടിച്ച് ഒഴിക്കുക എന്ന് പറയുന്നത് ഇത്തിരി നമുക്ക് പ്രയാസമുള്ളൊരു കാര്യമാണ്. നടുവേദന ഉള്ളവർക്ക് അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ പുതിയൊരു ഐഡിയ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് നിറയുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള സമയവും കിട്ടും. അത് വെള്ളം നിറഞ്ഞോളും. എന്തൊരു ചൂടെന്നറിയാമോ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. വെള്ളം മാത്രം മതി, ആഹാരമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നമ്മൾ വന്ന് കയറി കഴിഞ്ഞപ്പോൾ മഴയും തുടങ്ങി. ഇത്ര നേരം മഴ പെയ്തില്ല, അതെന്തായാലും ഒരു നല്ലൊരു കാര്യമായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോയതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്. അപ്പോൾ വലിയ പാത്രമാണ്, മുകളിലിരുന്ന വലിയ പാത്രങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഞാനെടുത്ത് കഴുകി വെച്ചിട്ടാണ് പോയത്. ഉപയോഗിക്കാതിരിക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് എന്തായാലും കുറച്ച് പൊടി കാണും അതിനകത്ത്. പുറത്തേ ഉള്ളു പൊടി, അകത്ത് പൊടിയില്ല. എന്നാലും ഞാനതെല്ലാം ഇറക്കി കഴുകി വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിലെ വെള്ളമൊക്കെ കണ്ടോ, ഡ്രോപ്പായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അതങ്ങ് നിന്നു. കണ്ടോ, അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇങ്ങനത്തെ ഐഡിയകളൊക്കെ കിട്ടുമല്ലേ. ഞാൻ എവിടെയോ കേട്ടതാണേ, എത്ര പ്രയാസമുള്ള ജോലി ഒരു മടിയനെ ഏൽപ്പിക്കുവാണെങ്കിൽ എത്ര ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളത് അവർ കണ്ടുപിടിക്കും. ഇങ്ങനെ കൊച്ചു കൊച്ചു ടിപ്പുകളൊക്കെ അവർ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും പെട്ടെന്ന് ജോലി തീർക്കുകയും ചെയ്യും. ഏറ്റവും മടിയന്മാരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ടിപ്സുകളൊക്കെ കണ്ടുപിടിച്ച് വരുന്നത്. അപ്പോൾ ഞാനൊരു മടിച്ചാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. വയ്യ, ഇങ്ങനെ കോരി ഒഴിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. കണ്ട, അപ്പോൾ എത്രയും പെട്ടെന്ന് എത്രയും വലിയ പാത്രമാണ്. ഒരു 10, 20, 25 ലിറ്റർ 30 ലിറ്ററൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും നമ്മൾ ഒരു ആയാസമില്ലാതെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും പ്രയാസമില്ലാതെ നമുക്ക് പിടിക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഐഡിയകളും ടിപ്പുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അത് പിന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം ഞാൻ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്ക് അല്ലാത്ത ഉപയോഗത്തിനൊക്കെയാണ്, ബാക്കി അടുക്കളയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ. കുടിക്കാനായിട്ട് ഞാൻ ഫിൽറ്ററിൽ നിന്ന് ഉള്ള വെള്ളം ഇതുപോലത്തെ 4 കുപ്പി, അതായത് 5 ലിറ്ററിൻ്റെയാണ്, 5 ലിറ്ററിൻ്റെ 4 കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ധാരാളം മതി. അത് കാരണം ഇവിടെ 2, 3,
പിന്നെ 4 ഇത്രയും ദിവസങ്ങളിൽ ഇത് 3 ദിവസത്തോളം വെള്ളം ഇല്ലയെന്ന് പറയുന്നു. പക്ഷേ വെള്ളം പോയി കഴിഞ്ഞാൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസമോ 2 ദിവസമോ നീണ്ടു കഴിഞ്ഞാൽ നമുക്കത് പ്രയാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ കരുതുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്ത് ഇതുപോലെ ഒരു 3 ദിവസം 2 ദിവസത്തേക്കെന്ന് പറഞ്ഞിട്ട് ഒരു 4-5 ദിവസത്തോളം നമുക്ക് വെള്ളം ഇല്ലാതിരുന്നു. ശരിക്കും കഷ്ടപ്പെട്ടു പോയി. നമ്മൾ ആ ടാങ്കിലെ വെള്ളം മാത്രം വെച്ചിട്ട് ഉപയോഗിക്കാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങളൊക്കെ അങ്ങനെ ഒരു ഇത് വരാതെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇതുപോലത്തെ പുതിയ ടിപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ കുഞ്ഞു ചാനലാണ്, എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷൻ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.